ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിന്ന് ചീനി പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 ചീനിയാണ് എടുത്തത്. അതൊന്ന് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് ഇനി അതൊന്ന് അടുപ്പിലോട്ട് വെക്കുകയാണ് വേവിക്കാനായിട്ട്. ഞങ്ങളുടെ ചീനി അരിഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ വേവിക്കുന്ന രീതിയിൽ തന്നെയാണ് ചീനി അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് അതൊന്ന് പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വെക്കുകയാണ്. 2-3 വലിയ കഷ്ണം ശർക്കരയാണ് ഞങ്ങൾ പായസം ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ പായസത്തിന് ചീനി വേവിക്കാനായിട്ട് വെക്കുമ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കണം, അല്ലെങ്കിൽ പായസത്തിനൊരു കയ്പ്പുണ്ടായിരിക്കും. ഇനി ചൗരി ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കുകയാണ്. ശർക്കര ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ശർക്കര ഇനിയൊന്ന് അരിച്ചെടുക്കണം. അതിനകത്ത് പൊടിയും മണ്ണൊക്കെ കാണാം, അപ്പോൾ അതൊന്ന് അരിച്ചൊന്ന് മാറ്റി വയ്ക്കണം. ഇനി ചൗരി ഒന്ന് വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് വയ്ക്കുകയാണ്. ചൗരി വെന്ത് കിട്ടാൻ താമസമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ചൗരി അങ്ങ് വേവിക്കാനായിട്ട് വെക്കണം. നമ്മുടെ ചീനി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി പായസം വെക്കാനുള്ള പാത്രത്തിലോട്ട് ഞാൻ പാലൊഴിക്കുകയാണ്. ഇവിടെ 2 കവർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം 1 കവർ പാലാണ് ഒഴിക്കുന്നത്. അതിലോട്ട് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2-3 ഗ്ലാസ് വെള്ളം ഞാൻ പാലിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാലൊന്ന് അടുപ്പിലോട്ട് വെച്ച് അത് തിളയ്ക്കട്ടെ. നമ്മുടെ പാലിവിടെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലോട്ട് ചൗരി അങ്ങ് ഇട്ട് കൊടുക്കണം. ചൗരി അവിടെ ഇരുന്ന് വെന്തിട്ടുണ്ട്, അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. അതിനുശേഷം ഞാൻ ചീനി വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചീനി അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചീനി ഇട്ടതിന് ശേഷവും അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ചീനി ഒരുവിധം നന്നായിട്ട് വേവിച്ചാണ് ഇടുന്നത്. ചീനി നന്നായിട്ട് വെന്തതുകൊണ്ട് തന്നെ അതിനകത്തങ്ങ് ഉടഞ്ഞ് ചേർന്നോളും. ഞാൻ ഇതിനകത്തിന് ഇട്ട് കൊടുക്കുന്നത് ഏലയ്ക്ക പൊടിച്ചതാണ്. ഏലയ്ക്ക പൊടിച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിട്ടിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് കൊടുക്കുക. അതിനുശേഷം അതിനകത്തോട്ട് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ശർക്കരയെല്ലാം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ 1 കവർ പാലാണ് ഇതിലാദ്യം ചേർത്തത്. ഇനി ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന 2ാമത്തെ കവർ പാലും കൂടെ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് പായസം അവിടെ റെഡി ആയിക്കോളും. പായസം അവിടെ കിടന്നൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് അതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങയും കൂടെ ഇട്ട് ഇളക്കി റെഡിയാക്കി എടുക്കാം. ചീനി പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പായസം എന്ന് പറയണ്ട, ഇത് പ്രഥമൻ പോലെയാണ്. നമ്മൾ അടയ്ക്ക് പകരം ഇതിനകത്ത് ചീനി ചേർക്കുന്നതേ ഉള്ളൂ. മറ്റേത് പ്രഥമനകത്ത് അട ചേർക്കുന്നു, ഇതിനകത്ത് ചീനി ചേർക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് മൂപ്പിച്ച് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും കൂടെ ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. പായസത്തിൽ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ പായസം ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഈ കൂട്ടുകാരെല്ലാം ഞങ്ങൾക്കൊന്ന് ലൈക്കൊക്കെ അടിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.